ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് അല്ലേ. ഒരുപാട് മെത്തേഡ് ഉണ്ട്, പക്ഷെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറയുന്നത് നമ്മൾ ആദ്യം ഈ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെ നോക്കാം. നമുക്കറിയാം രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 10 മുതൽ എത്ര വരെ 99 വരെ അല്ലേ. ഈ സംഖ്യകളെയാണ് നമ്മൾ എന്താ പറയുക രണ്ടക്ക സംഖ്യ, രണ്ടക്കമുണ്ട് അല്ലേ. ഇതിൻ്റെ ഇടയിലാണ് ഇനി 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് സമാന്തര ശ്രേണി എന്നുള്ള കോൺസെപ്റ്റ് വെച്ചാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്താക്കാം, ആദ്യത്തെ രണ്ടക്ക സംഖ്യ 10നെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കുക, 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 10 ഹരിക്കണം 7 അല്ലേ, ഒരു 7 ശിഷ്ടം എത്ര വരുന്നത് 3 അല്ലേ, ശിഷ്ടം വരുന്നത് 3. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ സംഖ്യ അപ്പോൾ എത്ര കിട്ടി നമ്മളെ, അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ ഏതാണ് 10. അതിന് അടുത്തൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ 7 കൊണ്ടല്ല ഹരിക്കുന്നത്, സ്വാഭാവികമായിട്ടും അടുത്ത രണ്ടക്ക സംഖ്യ പറയുന്നത് 10ൻ്റെ ഒപ്പം 7 കൂട്ടി എത്ര 17 ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. 17 ഹരിക്കണം 7 ചെയ്യുമ്പോൾ അല്ലേ 2 7 14, 17 14 പോയ ബാക്കി എത്ര ഉണ്ട് 3 ശിഷ്ടമുണ്ട്. അപ്പോൾ അടുത്ത സംഖ്യ എത്ര 17 അല്ലേ. ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ, അതായത് 7 7 ആവർത്തിച്ചിരുന്ന സമാന്തര ശ്രേണി. അടുത്തത് എത്ര ആയിരിക്കും 17 7 24, ഇങ്ങനെ പോകും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട അവസാനത്തെ രണ്ടക്ക സംഖ്യ ഏതാ അല്ലേ. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന അവസാനത്തെ രണ്ടക്ക സംഖ്യ ഏതാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്ക് 99 ആദ്യം 7 കൊണ്ട് ഹരിച്ചു നോക്കാം അല്ലേ. 99 ഹരിക്കണം 7 ചെയ്യുമ്പോൾ ഒരു 7 ബാക്കി 2 29, 29 7 4 7 28, ബാക്കി എത്ര വരുന്നത് 1. അപ്പോൾ 99 അല്ല, നമ്മൾ അങ്ങോട്ട് നോക്കാം 1 ശിഷ്ടം വരുന്നല്ല. അപ്പോൾ 98 ഒന്നും ആവാൻ ചാൻസ് ഇല്ല. നമുക്കൊരു 95 ചെയ്ത് നോക്കാം. 95 ഹരിക്കണം 7 ചെയ്യുമ്പോൾ ഒരു 7 9 7 പോയ അല്ലേ, ഒരു 7 9 7 പോയ ബാക്കി 2ആണ്. 25 3 7 21 ശിഷ്ടം 4ആണ്. അപ്പോൾ അതല്ല, അപ്പോൾ അടുത്ത എന്താ 94 ചെയ്ത് നോക്കാം. 94 ചെയ്യുമ്പോൾ എത്ര വരും 94 7 അല്ലേ. 94 ചെയ്യുമ്പോൾ ഒരു 7 7ആണ്, ബാക്കി 2 24 3 7 21, ബാക്കി ശിഷ്ടം 3. കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അവസാനത്തെ രണ്ടക്ക സംഖ്യ ഏതാ 94 അല്ലേ. 7 കൊണ്ടായിരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന അവസാനത്തെ രണ്ടക്ക സംഖ്യ വരുന്നത് 94ആണ്. അപ്പോൾ നമുക്കൊരു സമാന്തര ശ്രേണി കിട്ടിയില്ലേ. ഈ സമാന്തര ശ്രേണിയിൽ ഇനി എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണത്തിന് നമ്മൾ n എന്ന് പറയുന്ന ലെറ്ററാണ് സൂചിപ്പിക്കുന്നത്, n നമ്പർ ഓഫ് ടേംസ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എത്ര എന്നിൻ്റെ ഇക്വേഷൻ ഉണ്ട്, സമാന്തര ശ്രേണിയുടെ n എത്ര പദങ്ങളുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n സമം എന്ന് പറയുന്നത് അവസാന പദം x എന്നാണ് സൂചിപ്പിക്കുന്നത്, n-ാം പദം അല്ലേ. അതിൽ നിന്ന് ആദ്യ പദം x1 കുറച്ചിട്ട് അല്ലേ, അതിനെ പൊതുവ്യത്യാസം d കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ പേര് എത്ര കൂട്ടിയാൽ മതി 1 കൂട്ടിയാൽ മതി അല്ലേ. ഇവിടെ നമുക്ക് എന്നെ ചെയ്ത് നോക്കാം അല്ലേ. അവസാന പദം x എന്ന് പറഞ്ഞാൽ അവസാന പദം, x1 എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, പ്ലസ് 1 കൂടി ആഡ് ചെയ്യണം. നമ്മളൊക്കെ അറിയാം ഇവിടെ അവസാന പദം എത്ര കിട്ടി നമുക്ക് 94, ആദ്യ പദം എത്രയായിരുന്നു 10, ഇവിടെ പൊതുവ്യത്യാസം 7 7 കൂടി വരുന്നു എന്നല്ല പറഞ്ഞേ. അപ്പോൾ പൊതുവ്യത്യാസം 7 പ്ലസ് 1, 94 10 പോയ അല്ലേ, 94 10 പോയ 84, 84/7 പ്ലസ് 1, 84 7 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടും നമുക്ക് 84 ഹരിക്കണം 7 എത്ര വരും അല്ല. ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാം. നമുക്ക് 8 7 ഒരു പ്രാവശ്യമാണ്, ബാക്കി 1 ശിഷ്ടം 14 2 12 വരും അല്ലേ. 12 പ്ലസ് 1 എത്ര ആൻസർ 13. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ടാവും 13 രണ്ടക്ക സംഖ്യകളുണ്ടാവും. സിമ്പിൾ.